വീണ്ടും വാർത്തകളിലേക്ക്. അതുലെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നിന്ന് പുറത്തു വന്നൊരു വാർത്തയുണ്ടായിരുന്നു. കൊല്ലം ഇളമ്പള്ളൂരിൽ അവിടെ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ നിന്ന് ഈ മരുന്നുകൾ മോഷണം പോയി എന്ന തരത്തിലുള്ള വാർത്തയുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം വേഗത്തിലാക്കുമെന്ന തരത്തിലുള്ള പ്രഖ്യാപനമൊക്കെ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ ഇപ്പോഴും ആ അന്വേഷണം എവിടെ എത്തിയില്ല എന്ന രീതിയിലുള്ള പരാതികൾ അവിടെ നിന്ന് ഉയരുകയാണ്. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ നോക്കാം. കൊല്ലം ഇളമ്പള്ളൂരിൽ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ മരുന്നുകൾ മോഷണം പോയതിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന് ആരോപണം. ബോധം കെടുത്താൻ ഉപയോഗിക്കുന്ന മരുന്നുകളായിരുന്നു മോഷണം പോയത്. സംഭവം നടന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും അന്വേഷണത്തിൽ ഒരാളെപ്പോലും പിടികൂടാൻ പോലീസിനായില്ല. ലഹരി മാഫിയയാണ് പിന്നിലെന്നാണ് ആരോപണം. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ പുറത്തുനിന്ന് ലഭിക്കാത്ത വേദനയുടെ മരുന്നായ 11 ആംപ്യൂൾ മരുന്നുകളാണ് മോഷണം പോയത്. ഫാർമസിയിലും നഴ്സിംഗ് സ്റ്റേഷനിലും വെച്ചിരുന്ന മരുന്നുകളായിരുന്നു ഇവ. മോഷണ വിവരം പോലീസിനെ നേരിട്ട് അറിയിക്കാനോ പോലീസ് വിളിച്ചിട്ട് ചെന്ന് മൊഴി നൽകാനോ ആദ്യം ആശുപത്രി അധികൃതർ തയ്യാറായിരുന്നില്ല. പിന്നീട് വാർത്തയായതോടെ അധികൃതർ പോലീസിന് മൊഴി നൽകി. എന്നിട്ടും അന്വേഷണം എങ്ങും എത്തിയില്ല. കുണ്ടറ പോലീസ് പ്രാഥമിക തെളിവുകൾ ശേഖരിച്ചെങ്കിലും നാട്ടുകാരിൽ നിന്ന് ഒരാളെ പോലും ചോദ്യം ചെയ്യുകയോ വിവരങ്ങൾ ആരായുകയോ ചെയ്തില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇപ്പോൾ ഹോസ്പിറ്റലിനകത്തു നിന്നും ഈ ലഹരിക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ മോഷണം പോയി ഇത്രയും ദിവസം പിന്നിട്ടിട്ടും യാതൊരു വിധത്തിലുമുള്ള അന്വേഷണം നടത്തുവാൻ പോലീസ് തയ്യാറായിട്ടില്ല. നിരവധിയായിട്ടുള്ള CCTV ക്യാമറകൾ ഉൾപ്പെടെ ഉണ്ടായിട്ട് അതൊന്ന് പരിശോധിക്കാൻ പോലും തയ്യാറാവാതെ പോലീസുകാർ കുറ്റക്കാരെ സഹായിക്കുന്ന സമീപനങ്ങളും. ലഹരി സംഘമാണ് മോഷണത്തിന് പിന്നിലെന്നാണ് നാട്ടുകാർ സംശയിക്കുന്നത്. ഫാർമസിയിൽ നിന്ന് മരുന്നുകളുടെ ലിസ്റ്റും മറ്റു രേഖകളും പോലീസ് പരിശോധിച്ചെങ്കിലും ഒരു തുമ്പും ലഭിച്ചില്ല. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും യാതൊരു വിവരവും ലഭിച്ചില്ലെന്ന് പോലീസ് പറയുന്നു. റിപ്പോർട്ടർ, കൊല്ലം.